പന്തിരങ്കാവ് സ്ത്രീധന പീഡന കേസിൽ യുവതിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ അന്വേഷണ സംഘം പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ ഹർജി നൽകി. കോഴിക്കോട് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ രഹസ്യമൊഴി രേഖപ്പെടുത്താനാണ് നീക്കം. കേസിൽ പ്രതി രാഹുലിനായുള്ള ബ്ലൂ കോർണർ നോട്ടീസിന് പോലീസിന് ഇനിയും മറുപടി കിട്ടിയിട്ടില്ല. ഷബീർ ഒമർ വിവരണവുമായി ചേരുന്നു. ഷബീർ, ഈ കേസിൽ ഇപ്പോൾ പോലീസ് സ്വീകരിക്കുന്ന നടപടികൾ എന്താണ്? അജിംസ്, സാധാരണഗതിയിൽ ഇത്തരം പരാതികളിൽ പോലീസ് സ്വീകരിക്കുന്ന ഒരു രീതിയല്ല രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നത്. കാരണം ഗാർഹിക പീഡനം അല്ലെങ്കിൽ സ്ത്രീധന പീഡന കേസാണ്. പക്ഷേ ഈ കേസിലെ അന്വേഷണത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നടപടി കേസ് അന്വേഷണത്തെ ബലപ്പെടുത്തും. അല്ലെങ്കിൽ പോലീസ് സമർപ്പിക്കുന്ന കുറ്റപത്രത്തെ, കോടതിയിൽ സമർപ്പിക്കുന്ന കുറ്റപത്രത്തെ ഈ രഹസ്യമൊഴി ബലപ്പെടുത്തുമെന്നാണ് അന്വേഷണ സംഘം നൽകുന്ന വിവരം. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോഴിക്കോട് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ അന്വേഷണ സംഘം ഒരു അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. യുവതിയുടെ ഈ പീഡനത്തിനിരയായ അല്ലെങ്കിൽ മർദ്ദനത്തിനിരയായ യുവതിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടാണ്, മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടാണ് പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ ഒരു അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഈ അപേക്ഷ സമർപ്പിച്ചത്. ഇന്നോ നാളെയോ ഈ അപേക്ഷയിൽ കോടതിയുടെ തീരുമാനമുണ്ടാകും എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ അനുകൂലമായൊരു തീരുമാനം വരികയാണെങ്കിൽ യുവതിയുടെ രഹസ്യമൊഴി മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തും. എന്തായാലും ഈ കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. ജർമ്മനിയിലേക്ക് കടന്ന ഈ പ്രതിയായിട്ടുള്ള രാഹുലിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. ഇയാൾക്കായി നേരത്തെ ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. എന്നാൽ ഇതിനുള്ള മറുപടി അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല. അതിന്റെ മറുപടി ലഭിക്കുന്ന മുറയ്ക്കായിരിക്കും അടുത്ത ഘട്ടം എന്ന നിലയ്ക്ക് റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കുക. ഇയാളെ ഇന്റർപോളിന്റെ സഹായത്തോടെയോ അല്ലാതെയോ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ പല വഴിക്ക് അന്വേഷണ സംഘം നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായുള്ള നടപടികളും പുരോഗമിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ കേസിൽ ഈ രാഹുലിന്റെ അമ്മയും സഹോദരിയും പ്രതിയായി വരും. അവർക്കെതിരെ കൂടി ഈ യുവതി, മർദ്ദനത്തിനിരയായ യുവതി മൊഴി നൽകിയിട്ടുണ്ട്. ഇരുവരെയും ചോദ്യം ചെയ്യുന്നതടക്കമുള്ള നടപടികളുണ്ട്. എന്നാൽ ഇതിൽ രാഹുലിന്റെ അമ്മ ചികിത്സ തേടിയിരിക്കുകയാണ്, ആശുപത്രിയിൽ ചികിത്സയിലാണുള്ളത്. അപ്പോൾ ഈ ചികിത്സ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇവരുടെ മൊഴി രേഖപ്പെടുത്തുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുക എന്നാണ് അന്വേഷണ സംഘം നൽകുന്ന വിവരം. ഈ കേസിൽ ഇതുവരെ ഒരാളുടെ മാത്രം അറസ്റ്റാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ രാഹുലിന്റെ സുഹൃത്തായിട്ടുള്ള രാജേഷിന്റെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. ഇയാളെ രക്ഷപ്പെടാൻ സഹായിച്ചു എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഒപ്പം തന്നെ ഈ പന്തീരങ്കാവ് സ്റ്റേഷനിലെ സീനിയർ CPOയെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇയാൾക്കെതിരെ വകുപ്പ് തല അന്വേഷണം കൂടി നടക്കുന്നുണ്ട്. ഈ അന്വേഷണത്തിൽ ഗുരുതരമായ കൃത്യവിലോപം നടത്തി എന്ന് ബോധ്യപ്പെട്ടാൽ ഒരുപക്ഷെ ഈ സീനിയർ CPO ആയിട്ടുള്ള ശരത് ലാലിനെ കൂടി കേസിൽ പ്രതി ചേർക്കുമെന്നാണ് അന്വേഷണ സംഘം നൽകുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ട നിയമോപദേശവും പ്രത്യേക അന്വേഷണ സംഘം തേടിയിട്ടുണ്ട്. അജിംസ്.